ഹായ് മക്കൾ, വീണ്ടും മറക്കലാണ്. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ഡാർവിനിസം? എന്തായിരുന്നു ഡാർവിനിസത്തിന്റെ പരിമിതി? ഡാർവിനിസത്തിന്റെ പരിമിതി എന്തായിരുന്നു ചോദിച്ചാൽ, ഡാർവിൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല? വേരിയേഷനെ കുറിച്ച് യാതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡാർവിൻ വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻ ഒക്കർ ഇൻ ഓർഗാനിസം. ജീവികളിൽ എങ്ങനെയാണ് വ്യതിയാനം സംഭവിക്കുന്നതെന്ന് ഡാർവിന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് മെന്റലൊക്കെ എന്ത് ചെയ്തു? മെന്റൽ ജനിതക ശാസ്ത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്, വേരിയേഷന് കാരണങ്ങളുണ്ട്, വ്യതിയാനങ്ങൾക്ക് കാരണങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. എന്തൊക്കെയാണ് വ്യതിയാനങ്ങളുടെ കാരണങ്ങൾ? ജനിതക മാറ്റങ്ങൾ അഥവാ ജനറ്റിക് ചേഞ്ചസ്, ജനിതക പുനഃസംയോജനം അഥവാ ജനറ്റിക് റീകോമ്പിനേഷൻ, ജീൻ പ്രവാഹം അഥവാ ജീൻ ഫ്ലോ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഡാർവിനിസത്തിനെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തു, ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. എവിഡൻസസ് ആൻഡ് ഫർദർ സ്റ്റഡീസ് ഫ്രം പോപ്പുലേഷൻ ജനറ്റിക്സ്, പാലിയന്റോളജി, എൻവിറോൺമെന്റൽ സയൻസ് എക്സെട്ര were added to Darwinism to form neo-Darwinism. അതായത് പോപ്പുലേഷൻ ജനറ്റിക്സും പാലിയന്റോളജിയും ഫോസിൽ പഠനമൊക്കെ ഡാർവിനിസത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഡാർവിനിസത്തിനെ ഒന്നും കൂടി പരിഷ്കരിച്ചു. ആ ഡാർവിനിസത്തിന്റെ പരിഷ്കരിച്ച ഒരു വേർഷനാണ്, ഡാർവിനിസത്തിന്റെ അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ് ഇത് നിയോ ഡാർവിനിസം. അപ്പൊ അതാണ് എന്താണ് നിയോ ഡാർവിനിസത്തിന്റെ ആൻസർ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏട്ടാ, ഡാർവിൻ ഈ ഡാർവിനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലപ്പഗോസ് ദ്വീപിലേക്ക് പോയി. ആ പോയ കപ്പലിന്റെ പേരെന്ത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഗുഡ് ബൈ.